മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ SFIO കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മാധ്യമ മുതലാളിയെങ്കിലും സത്യം തുറന്നു പറയാൻ തയ്യാറായി. റിപ്പോർട്ടർ ചാനലിലെ ആൻഡ്രൂ അഗസ്റ്റിൻ എന്താണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്, ഇതിലെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ്, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്നത് എന്താണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മറ്റൊന്നുമില്ല. ഒരു കമ്പനിയിലേക്ക് മറ്റൊരു കമ്പനി കരാർ വെച്ച് സേവനം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാസാമാസം GST അടയ്ക്കുക എന്നത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും അഴിമതിയുമല്ല, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുമില്ല. പുതിയ വിവാദം, ചില മാധ്യമ മുതലാളിമാർ കള്ളപ്പണം കൈപ്പറ്റിയതിന് ശേഷം സംഘപരിവാറിന് ഈ നാട്ടിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന കൂലിയെഴുത്താണ് നടത്തുന്നതെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സംഘപരിവാർ രാജ്യത്ത് പലയിടത്തും നടത്തുന്ന അതേ തന്ത്രം ഇവിടെയും ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത ആൻഡോ തുറന്നു പറഞ്ഞു. അരുണെ, കഴിഞ്ഞ 9 വർഷമായിട്ട് പിണറായി വിജയനെതിരെ കച്ചിത്തുരുമ്പ് പോലും കിട്ടാതെ കേന്ദ്ര സർക്കാർ അലഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയ ഒരു സാധനം എന്താ പറയുക, SFIO സ്മൃതിയോടെ പറഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? എന്താണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതി പോയി പറഞ്ഞത്? SFIOയുടെ അന്വേഷണം സമാന്തരമായി നടക്കുകയാണ്. ROCന്റെ അന്വേഷണം നടക്കുന്നു, അതിൻ്റെ കൂടെ സമാന്തരമായ അന്വേഷണം നടക്കുന്നു. അത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് വീണ വിജയൻ പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞത് എന്താണെന്നറിയോ? SFIO പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ ഫ്രോഡുലൻസ് ആണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ എന്തല്ല, അവിടെ അഴിമതിയല്ല അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ ആളാരാ? SFIO ആണ്. ഫ്രോഡ്ലെസ് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് കോടതിയിൽ പോയി ഞങ്ങൾ ഫ്രോഡായ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കമ്പനിയിൽ നടന്ന ഫ്രോഡ്ലെസ് കാര്യങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്ത് അതുവഴി അന്വേഷണമായി മുന്നോട്ട് പോകാൻ എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താണ് നടന്നിരിക്കുന്നത്? ഇപ്പം നടന്നിരിക്കുന്നത് ഇൻട്രീസെറ്റിംഗ് ബോർഡിന് മുന്നിൽ വന്നിട്ടുള്ള 1.82 കോടിയും 90 ലക്ഷം രൂപ ഇവർ വായ്പയായി മേടിച്ച പണവും കൂടെ കൂട്ടി 2.72 കോടി രൂപ അനധികൃതമായി ഈ പറഞ്ഞ സംവിധാനത്തിൽ കൂടെ ഫ്രോഡായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഇതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ കമ്പനിയിൽ. ഇതിലെവിടെയാണ് സർക്കാരിന് നഷ്ടം പറ്റിയത്? ഇത് ഏത് ഭാഗത്താണ് ഈ സർക്കാർ നഷ്ടപ്പെട്ടത്? ഒരു സ്ഥലത്തും സർക്കാരിന് നഷ്ടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, ഏത് CMRലും ഈ പറഞ്ഞ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട്, ആ ഇടപാടിൽ എന്തോ സംവിധാനത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവർക്ക് പണം കൊടുത്ത് ലീഗലായിട്ടല്ലേ? ഈ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന് എന്തിനാണ് SFIO വരുന്നത്? SFIO വരുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ, ഈ ഷോൺ ജോർജ് പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഷെയർ ഹോൾഡർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. 3% ഷെയറുള്ള ഷെയർ ഹോൾഡറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ഹോൾഡർക്ക് SFIO അന്വേഷണം നടത്താൻ പറ്റില്ല. എങ്ങനെ SFIO അന്വേഷണം? അങ്ങനെ ഷെയർ ഹോൾഡർക്ക് പരാതി കൊടുക്കാൻ സെബിക്കേ പറ്റുള്ളൂ. സെബിക്ക് കൊണ്ട് പരാതി കൊടുക്കാം. സെബിക്ക് അതിന് അന്വേഷണം നടക്കാൻ പറ്റുള്ളൂ. SFIOക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല. SFIO എന്താണ് തന്നെ? നിങ്ങൾ എക്സാലോജിക്കിലുള്ള ഡയറക്ടർമാരോ അതുപോലെ തന്നെ പിന്നെ CMRലുള്ള ഡയറക്ടർമാരോ ആരെങ്കിലും ഒരാൾ പരാതി കൊടുക്കണം. ആ പരാതിൻ്റെ മേലെ ഈ പറയുന്ന ഫ്രോഡ് പിന്നെ SFIOക്ക് അന്വേഷിക്കാൻ പാടുന്നുള്ളൂ. അതെന്താണ് അനുമതി? അത് കമ്പനികാര്യ മന്ത്രാലയം അനുമതി കൊടുക്കണം. കമ്പനികാര്യ മന്ത്രാലയം ഈ പറഞ്ഞ ഇന്ന ആൾക്കാർ, ഈ കമ്പനിയുടെ 2 ഡയറക്ടർമാർക്ക് എതിരെ ഒരു പരാതിയുണ്ട്. അവർ ഈ കമ്പനിയിൽ, നമ്മളൊരു 4 ഡയറക്ടർമാരുണ്ടെന്ന് വെച്ചോളൂ, ഞാൻ ഒരാൾ ഈ കമ്പനിയെ പറ്റിച്ചു, ഫ്രോഡ് തരം കാണിച്ചു, അങ്ങനെ ഫ്രോഡ് തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള കമ്പനിയാണ് SFIO. അല്ലാതെ ഇവർക്ക് പറയുന്ന പോലെ EDനെയും ഇൻകം ടാക്സിനെയും GSTനെയും വിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ സംവിധാനമല്ല SFIO. അതുകൊണ്ടാണ് SFIOക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അവിടെ ശക്തമായ രീതിയിൽ നിയമ പോരാട്ടം മാത്രം നടക്കേണ്ട സ്ഥലമാണ്. അത് മാത്രമാണോ ഈ പറഞ്ഞ എൻട്രി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ വരുന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിന്റെ അധികാരം എന്താണ്? ആ അധികാരം അതോടുകൂടി കഴിഞ്ഞു. ഒരു എൻട്രി സെറ്റിൽമെന്റ് മുന്നിൽ ബോർഡിൽ നിന്ന് വരുന്നത് ഒരു റെയ്ഡ് നടത്തുന്നതിന്റെ ഭാഗമായി അവർക്ക് വരുന്ന എന്താണ് അസസ്മെന്റ് നടത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയും 185 കോടി രൂപയുടെ ടാക്സ് നിങ്ങൾ അടയ്ക്കണമെന്ന് ആരോട് പറയും? CMRനോട് പറയും. അപ്പോൾ CMR പറയും ഇതൊന്ന് സെറ്റിൽമെന്റ് ആക്കി ഞങ്ങൾക്ക് ഈ കേസ് തീർത്തു തരണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ പറയും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വർഷങ്ങളായി അടയ്ക്കാനുള്ള ടാക്സുകളുണ്ട്, ഈ ടാക്സുകളെല്ലാം എനിക്ക് ഒറ്റത്തവണയായിട്ട് തീർപ്പാക്കി തരണം എന്ന് പറയും. അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള ഇൻകം ടാക്സിൻ്റെ കീഴിലുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ വർഷത്തെ അസസ്മെന്റ് ചെയ്തതിൽ ഇത്രയധികം കേസ് ഉണ്ട്, നിങ്ങൾ ഈ എമൗണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു സിംഗിൾ എമൗണ്ടിൽ ഞങ്ങൾ സെറ്റിൽമെന്റ് തരണം എന്ന് പറയും. അതാണ് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ്. ആ ബോർഡിന് മുന്നിൽ അവിടെ കണക്കുകളോ ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ നിങ്ങളുടെ വിഭാഗത്തെയും ആൾക്കാരെയും വിളിച്ചിരുത്തിയിട്ട് ഇൻകം ടാക്സിന്റെ വിഭാഗം കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ആ എമൗണ്ട് ചെയ്തോടെ ആ കേസ് തീർന്നു. അതുകൊണ്ടാണ് അത് അപ്പീലിന് പോകാൻ പറ്റാത്തത്. ആ ശൈലിയിലുള്ള ഒരു കേസിന്റെ പറഞ്ഞ ഒരു ഭാഗം എടുത്തിട്ട് SFIO അന്വേഷണം പോയി. ഏറ്റവും വലിയ തെറ്റെന്താണ്? അതിലൊരു ഡയറക്ടർക്ക് പരാതിയില്ല, അതിലൊരു ജനങ്ങൾക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. ഈ CMR എന്ന് പറയുന്ന ലിമിറ്റഡ് കമ്പനിയാണ്.
കമ്പനിയാണ്. ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡറിന് പരാതിയുണ്ട്. ആ ഷെയർ ഹോൾഡർ പോകാൻ പറ്റിയ സ്ഥലം സെബിയാണ്. സെബിയുടെ കീഴിൽ അന്വേഷണത്തിന് പോവാം, അവിടെ പരാതി കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ഒറ്റ കാര്യമാണ് പറഞ്ഞത്. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല എന്ന്. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുക്കാത്ത ഏക കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഫോർഡ് കേസ് അതിൻ്റെ അകത്ത് ഉണ്ട് SFI പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. തിരുത്തി കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇപ്പൊ പറയുന്ന SFI തിരുത്തി കൊടുത്ത് ഞങ്ങൾ അന്വേഷിക്കുന്നത് അഴിമതിയാണ്, അഴിമതി കാര്യങ്ങളാണ് അന്വേഷിക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം SFIക്ക് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കേസ് നിലനിൽക്കില്ല. അതുമായി ബന്ധപ്പെട്ട് ഇനി അഴിമതി നടന്നു എന്ന് പറഞ്ഞു പോയ ഏക വ്യക്തി എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ. ആർക്കെതിരെ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി നടന്നു എന്ന് പറഞ്ഞു പോയ ആള് ആരാണ്? മാത്യു കുഴൽനാടൻ. അവിടെ ചെന്നപ്പോൾ എന്താണ് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞു ഇതിന് മേലെ അങ്ങനെ ഒരു കേസേ ഇല്ല, അങ്ങനെ ഒരു സംവിധാനമില്ല, മുഖ്യമന്ത്രി അഴിമതി നടത്തിയില്ല, അഴിമതി നടത്തി തെളിവില്ല, അങ്ങനെ ഒരു രേഖകൾ പോലും ഹൈക്കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞാൽ സാധനം എടുത്ത് വെള്ളിക്കളഞ്ഞില്ലേ? ഇനി അടുത്ത കാര്യം, ഈ CMRN കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇത് കരിമണൽ കടത്തുന്ന കമ്പനി അല്ലാന്ന്. കഴിഞ്ഞ 2004 10 ദിവസമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 10 ദിവസം മാത്രമേ കരിമണൽ ഖനനം നടത്തിയിട്ടുള്ളൂ. അതിനുശേഷം മുഴുവൻ നടത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇലുമിനേറ്റ് വാങ്ങിയാണ്. ഇലുമിനേറ്റ് ആരാ കൊടുക്കുന്നത് അറിയോ? IREL ആണ്. IREL എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കമ്പനിയാ. അവിടെ സംസ്ഥാന സർക്കാരിന് എന്താ റോള്? IREL എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നും ഇലുമിനേറ്റ് വാങ്ങുന്ന CMRN എന്തിനാ പിണറായി വിജയന് കൈക്കൂലി കൊടുക്കേണ്ടത്? സാമാന്യ ബോധം ചിന്തിച്ചാൽ പോരെ? അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? 95 കോടി രൂപ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പത്രക്കാർക്കും പത്രമുതലാളിമാർക്കും കൊടുത്തില്ലേ? അതിനെതിരെ എന്താ അന്വേഷണം നടത്താത്തത്? അത് അന്വേഷിച്ചാൽ ഇവരെല്ലാം അകത്തു പോകും. അതുകൊണ്ടാണ് അവർക്കതിന് വാർത്തയില്ല. അതിന് പിണറായി വിജയന്റെ മകളുടെ പേര് കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ജന്മഭൂമി ഉണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞ. ജന്മഭൂമിയുടെ കേരളത്തിലെ മാധ്യമ മുതലാളിമാരുണ്ടല്ലോ, എണ്ണി CMRNോട് വാങ്ങിയല്ലോ പണം. എന്തേ പറയാത്തത്? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. എന്റെ മുതലാളി ഇത്ര പൈസ മേടിച്ചു കേരളത്തിൽ ഏതെങ്കിലും മുതലാളി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമപ്രവർത്തനം പറഞ്ഞിട്ടുണ്ടല്ലോ? ഒരാൾ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന പാർട്ടി ഇവിടെ CPM മേടിച്ചിട്ടുണ്ടല്ലോ, സോറി കോൺഗ്രസ് മേടിച്ചിട്ടുണ്ടല്ലോ, UDFന്റെ ഘടകകക്ഷിയിൽ മേടിച്ചിട്ടുണ്ടല്ലോ. OC എന്ന് എഴുതിയത് ഉമ്മൻചാണ്ടിയാന്ന് ആർക്കറിയില്ലാത്തത്? കുഞ്ഞാലിക്കുട്ടി വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ പൈസ മേടിച്ചു? കുഞ്ഞാലിക്കുട്ടി വന്ന് പറഞ്ഞില്ലേ? രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ പൈസ മേടിച്ചു എന്ന്? എന്തേ അന്വേഷണം ഇല്ലാത്തത്? അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. ഈ പണങ്ങളെല്ലാം ക്യാഷ് ആയിട്ടാണ് മേടിച്ചെന്ന് പറയുന്നത്. അവിടെ കള്ളപ്പണമില്ലേ? അവിടെ എന്താ ED അന്വേഷിക്കാത്തത്? ക്യാഷ് ആയിട്ട് മേടിച്ചു എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് പറഞ്ഞിട്ട് അവിടെ ED അന്വേഷിക്കുന്നില്ല. അവിടെ അത് അന്വേഷിക്കാതെ അത് മുഴുവൻ കൂടെ എടുത്തിട്ട് ആർക്ക് കൊടുത്തു? നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താണെന്നറിയോ? ഈ നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ കൊടുത്ത രേഖയുണ്ടല്ലോ, ആ രേഖ ഇന്ന് കോടതി സമർപ്പിച്ച രേഖയുണ്ടല്ലോ, ഏതാണെന്നറിയോ? ഒന്ന് ഈ ഡയറീന്റെ കോപ്പിയാ. ഡയറീന്റെ കോപ്പി എന്തിനാ കൊടുത്തതെന്നറിയോ? നാളെ രാവിലെ ആ രേഖ എടുത്ത് കോടതി പോകും. എന്തിന്? SFIO അന്വേഷണം നടത്തി കണ്ടെത്തിയ രേഖ ഇതാ കോടതിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 95 കോടി രൂപ ആരുടെ പൈസയാ? കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. കള്ളപ്പണം ആര് മേടിച്ചു? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മേടിച്ചു. അത് എത്തി നിൽക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? OC-ലും RC-ലും PV-യിലൊക്കെ ആയിരിക്കും. അത് എത്താൻ പോകുന്നത് കോൺഗ്രസ്സുകാരെ തലയിലായിരിക്കും. അത് മനസ്സിലാക്കിക്കോ. എന്നിട്ട് മാത്രം നിഷ്കളങ്കരായിട്ട് പിണറായി വിജയന്റെ മകളെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നാളെ പിണറായി വിജയന്റെ മകളെയും പിടിക്കും, പിണറായി വിജയനെ പിടിക്കും. അതോടുകൂടി അവരെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് OC-യിലേക്കും RC-യിലേക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കൊക്കെ ആയിരിക്കും. അപ്പൊ എന്താ പറയാ? അപ്പൊ നിങ്ങളുടെ കൂടെ ഇടതുപക്ഷം ഉണ്ടാവില്ല, പിണറായി വിജയനും ഉണ്ടാവില്ല, ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവില്ല, രമേശ് ചെന്നിത്തല ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി വേറൊരു കാര്യം പറയാം. CMRN ഒഴിവാക്കിയിട്ട് ഒളിപ്പിച്ചിട്ട് ഈ പറയുന്ന കേന്ദ്രം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? പുതിയ ഖനനത്തിന് അനുമതി കൊടുത്തേക്കുക. എന്താണ് പുതിയ ഖനനം? കേരളത്തിന്റെ തീരദേശ മേഖലത്ത് മുഴുവൻ ആഴക്കടൽ ഖനനം നടത്താൻ പോവുകയാണ്. ഇന്ന് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ സ്ഥലത്ത് ഖനനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇവിടെ ഖനനം നടത്താൻ പാടില്ല. ആദ്യത്തെ ബ്ലോക്ക് എവിടെയാണെന്നറിയോ? 100.33 ദശലക്ഷം ടൺ കരിമണല എടുക്കാൻ പോകുന്നത്. എവിടുന്ന്? കടലിൽ നിന്ന്. അതിനേക്കാളും കൂടുതൽ എന്താ? ധാതു ലവണങ്ങൾ എടുക്കാൻ പോകുന്നത്. ആരെടുക്കാൻ പോകുന്നത്? കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര കമ്പനികൾ പ്രൈവറ്റായിട്ട് കൊടുത്തേക്കുക. അങ്ങനെ കേരളത്തിന്റെ തീരത്ത് നിന്നും കരിമണൽ എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന കമ്പനിയാണെങ്കിൽ, സർക്കാരാണെങ്കിൽ എന്തിനാ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്? അവരെ ആവശ്യം എന്താണ്? അവിടുത്തെ CMRN ഓടിക്കുക എന്നുള്ളതല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പണം കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒഴിവാക്കുക. 95 കോടി, 1-2 പൈസയല്ല, 95 കോടി രൂപയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ആര്? CMRN. അത് ചെറിയ പൈസയാണ് നിങ്ങൾ കാണുന്നുണ്ടോ? ആ പൈസ മുഴുവൻ തടയുക. ആരാണോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് അവരെ മുഴുവൻ പിടിക്കും. ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അന്വേഷണം നടക്കുന്നത്. ഏത് ഏജൻസി ഏത് രാഷ്ട്രീയക്കാരനെയാണോ ഏത് മുതലാളിമാരെയാണോ പിടിക്കുന്നത് അതിൻ്റെയൊക്കെ മുന്നിൽ ഒരു അജണ്ടയുണ്ട്. എന്താ അജണ്ട? കേരളത്തിലെ രാഷ്ട്രീയം പിടിക്കുക എന്നുള്ള അജണ്ട, കേരളത്തിലെ ഭരണം കൊണ്ടുവരിക എന്ന് പറയുന്ന അജണ്ട. ആ ശൈലിയിലേക്ക് ഈ പറയുന്ന സംവിധാനം പോവുക. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതിനപ്പുറം ഇത് പിണറായി വിജയനിൽ ഒതുങ്ങും, പിണറായി വിജയൻ്റെ മകനിൽ ഒതുങ്ങുന്നൊന്നും ആരും വിചാരിക്കേണ്ട. വേറൊരു കാര്യം എന്താ, മുനമ്പത്തിൽ ഇപ്പം എന്താ നടക്കുന്നത്? മുനമ്പത്തിൽ നടക്കുന്നത് എന്താ? മുനമ്പത്ത് നമ്മൾ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് 50 പേര് BJP ചേർത്തില്ലേ? ആത്മാർത്ഥയുണ്ടെങ്കിൽ ഇന്നെങ്കിലും അത് ചെയ്യായിരുന്നൂടായിരുന്നോ? ഇന്ന് അതിന്റെ ചൂട് മാറുന്നതിന് മുന്നേ വന്ന് മാലയിട്ട് സ്വീകരിച്ചില്ലേ? എന്തേ മനസ്സിലാക്കാതെ പോയത്? ശൈലി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിക്കോ, ശൈലി CPM മനസ്സിലാക്കിക്കോ. ആണത്തോടു കൂടി ഇന്ന് ഇറങ്ങി സംസാരിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിണ്ടല്ലോ, ഈ പെണ്ണും ചാരും മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ട് പോയത് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ കാണേണ്ടി വരും. അതിനപ്പുറം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ താങ്കൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ 9ാമത്തെ പേജ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ 9ാമത്തെ പേജിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റി എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ കയ്യിലുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി, A. ഗോവിന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, ഇബ്രാഹിം കുഞ്ഞ്, രമേശ് ചെന്നിത്തല, എല്ലാം കൂടുതലും കോൺഗ്രസിലെ നേതാക്കളും ലീഗിലെ നേതാക്കളുമാണ്. ഇവരെങ്ങനെയാ എന്തിനു വേണ്ടിയാ പണം കൊടുത്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട് 10ാമത്തെ പേജിൽ. ആ ഒരു ഭാഗം മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. എന്തിനാ? ദീസ് പേയ്മെന്റ്സ് വെയർ ബീങ് മെയ്ഡ് ഫോർ ഫംഗ്ഷണറീസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, മീഡിയ ഹൗസസ്, പോലീസ്, ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് അവർ ബിസിനസ്, എസ്പെഷ്യലി വേ ഓഫ് ഫംഗ്ഷൻ obtaining ilmenite which is mined by PSUs as our raw material. അപ്പം ഈ PSUവിൽ നിന്ന് ഏത് IREL അടക്കമുള്ള PSUവിൽ നിന്ന് കിട്ടേണ്ട ഇൽമനൈറ്റ് കിട്ടുന്നതിനും ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിനുമായിട്ടാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. This in turn is having environmental impact. Due to that we receive large number of threats to obstruct our business to hinder smooth functioning. പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഇത് പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കൊടുത്ത പണമാണ്. ഇത് കേരളം ചർച്ച ചെയ്യേണ്ടതല്ലേ? കേരളം ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടതല്ലേ? ഇതൊരു 1.72 കോടിയുടെ കഥയാണോ? ഇനിയുണ്ട്. In order to overcome these threats and to obtain cooperation, we make number of payments to members, functions of various political parties, state police, media houses. പോലീസിന് കൊടുത്തിട്ടുണ്ട് പണം, രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, മാധ്യമ കൈക്കൂലി കൊടുത്തു. 95 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് മേലെ അന്വേഷണമില്ല. അതാണ് അതിന് മേലെ അന്വേഷണമില്ല. ഇത് രേഖകളടക്കം 1.72 കോടി പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു പറഞ്ഞിട്ടാണ്. അത് ഒരു ദിവസം വന്നില്ലല്ലോ. ഓരോ മാസം 5-5 ലക്ഷം രൂപ വെച്ചിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? ഒരു കമ്പനി ഇപ്പൊ പിണറായി വിജയന്റെ മകളല്ല, ഞാനൊരു കമ്പനി തുടങ്ങും. നിങ്ങൾക്കെല്ലാം കമ്പനി തുടങ്ങാലോ. കമ്പനി തുടങ്ങിയാൽ എനിക്ക് ആരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാലോ. ആ എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 കാര്യം നോക്കുന്നുള്ളൂ. നിങ്ങളോട് ഞാനൊരു ധാരണ ഉണ്ടാക്കി, വെറുതെ എന്റെ മനസ്സിലിരിക്കുന്ന ബുദ്ധി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് പൈസ പഠിക്കാലോ. അതിന് സേവനം എന്ന് പറയാ, അതിനാണ് സേവനം എന്ന് പറയാ. അതിന് ഇന്ന ഡോക്യുമെന്റ് വേണം, മറ്റേ സെർവർ വേണം, മറ്റേ കമ്പനി വേണമെന്നൊന്നും ആവശ്യമില്ല. ആ സേവനത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ കാര്യം അറിയോ? ഞാൻ എന്താണോ സേവനം നടത്തുന്നത്, എന്റെ ബുദ്ധിയാകാം, എന്റെ കഴിവാകാം, എന്റെ സപ്പോർട്ടാവാം, എല്ലാം ഒരു സേവനമാണ്. ആ സേവനത്തിന് ഒറ്റ ഇന്ത്യൻ നിയമപ്രകാരം ഒറ്റ നിയമമേ ഉള്ളൂ. എന്താണെന്നറിയോ? നിങ്ങളോട് പണം മേടിക്കുമ്പോൾ GST അടച്ച ബില്ല് തരണം. അത് മാത്രമേ ആവശ്യമുള്ളൂ. വീണ വിജയൻ GST അടച്ച ബില്ല് CMRL കൊടുത്തിട്ടുണ്ടോ? അതോടുകൂടി കഴിഞ്ഞു. അത് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ മാസം പണം വാങ്ങുമ്പോൾ GST ബില്ല് കൊടുക്കണം. ഒരു മാസത്തെ GST ബില്ല് ആ മാസം കൊടുക്കണം. അല്ലാതെ എല്ലാം കൂടി കൂട്ടി 10ാമത്തെ മാസം കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാ മാസവും കറക്റ്റായിട്ട് വീണ വിജയൻ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അതിന്റെ അകത്ത് അഴിമതി കണ്ടെത്താൻ പറ്റില്ല എന്ന് തീരുമാനിച്ച ആളാരാണെന്നറിയോ? കേരള ഹൈക്കോടതിയാ. അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതിനപ്പുറം നിന്നിട്ടാണ് പറയുന്നത് എന്ത് സേവന കൊടുത്തതെന്ന് പറ. എന്നിട്ട് ഇന്നത്തെ രാഷ്ട്രീയ, ഞാൻ ഈ നിഷ്കളങ്കരോട് പറയാണ്, ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം പറയാം പിണറായി വിജയൻ രാജിവെക്കാൻ അല്ലേ? ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വീട്ടിലും പിന്നെന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലും സോണിയാഗാന്ധിയുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയ സമയത്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ ED റെയ്ഡ് നടത്തിയ സമയത്ത് ഈ പറഞ്ഞ ന്യായം ഉണ്ടായിരുന്നോ? ഇത് SFIO ആണ്. ഇത് അറസ്റ്റ് ഉണ്ടാവില്ല. മറ്റത് വരാൻ പോകുന്ന ഏതാണെന്നറിയോ നിങ്ങൾക്ക്? കള്ളപ്പണം വെളുപ്പിക്കലാണ്. എത്ര കോടി? 95 കോടി രൂപയുടെ കള്ളപ്പണമാണ്. അവിടെ ഈ പറഞ്ഞ അറസ്റ്റ് അല്ല, ആ പറഞ്ഞ് മുന്നിൽ പോയി നിന്ന് ന്യായം പറയേണ്ടി വരും. അത് 95 കോടി. അതെന്താണ്? അതിന് രേഖയില്ല. രേഖ എന്താണ്? CMRL പറയുന്നതാണ് രേഖ. CMRL എന്താ പറയാൻ പോകുന്നത്? ഞാൻ OC എന്ന് എഴുതിയത് ഇപ്പത്തെ ഞാൻ പറയുന്നത് ആ CMRL എന്താ പറയുക, ഒരു വെള്ള പേപ്പറിൽ എഴുതിയ ഒരു ലെറ്റർ, അതിനകത്ത് ലൂസ് ഷീറ്റിൽ എഴുതിയ ഒരു ലെറ്റർ, അതിൻ്റെ അകത്ത് ഞാൻ കുറെ പേരുടെ ചുരുക്കപ്പേര് എഴുതി, OC PV എന്നൊക്കെ. ഇനി CMRL തീരുമാനിക്കും ആരുമായിട്ട് ഇടപാട് നടക്കുന്ന. CMRL ഇലിമിനേറ്റ് കമ്പനി IREലുമായിട്ട് കച്ചവടം നടക്കുന്ന CMRL തീരുമാനിക്കും ആരുടെ പേര് പറയണമെന്ന്. അവർ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ കേസിൽ കൊടുക്കാനോ എന്നുള്ളതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം. എവിടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിൽ
ലക്ഷ്യമാണ് പ്രാധാന്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് മാർഗവും സ്വീകരിക്കാം. അത് ഏത് വഴിവിട്ടതായിരുന്നാലും ശരി, ഒരു പ്രശ്നവുമില്ല. അതാണ് അവരുടെ ഗീതോപദേശം. ആ ഗീതോപദേശം ശിരസാൽ വഹിച്ചുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ മറ്റു വഴികളിലൂടെ സാധിക്കില്ല. അതിന് അവർ കണ്ടെത്തിയിരിക്കുന്ന 2 വഴി: മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടുക, ഒപ്പം കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കുക. ഈ 2 നേട്ടത്തിനു വേണ്ടി അവർ പല തരത്തിലുള്ള തന്ത്രം ആവിഷ്കരിക്കുകയാണ്. അവിടെ കോൺഗ്രസ്സുകാരെ ഗ്യാലറിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തുന്ന കളിയും കോൺഗ്രസ്സുകാരെ മുൻനിർത്തിക്കൊണ്ട് ആ വിവാദം കത്തിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമവും അതിന് മാധ്യമ സ്ഥാപനങ്ങളെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ വിവാദം കത്തിച്ചു നിർത്തി തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ആ വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ഇനി കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കടന്ന് അവരെ അഴിമതിയിൽപ്പെടുത്തിക്കൊണ്ട് വ്യക്തിയുടെ ജനസ്വാധീനം നശിപ്പിക്കുക എന്നതാണ് പുതിയ പ്ലാൻ. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ CMRL നുണ. ആ നുണയെ ഗീബൽസ്യൻ തന്ത്രം പോലെ ആവർത്തിച്ച് പറഞ്ഞ് നുണയെ സത്യമാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. കള്ളപ്പണം ഉൾപ്പെടെ കൈപ്പറ്റിയവരെ വെറുതെ വിട്ടുകൊണ്ട് രേഖാമൂലമുള്ള 2 കമ്പനികൾ തമ്മിലുള്ള കരാർ അഴിമതിയാണെന്ന് വക്രീകരിച്ചുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകം കേരളത്തിൽ CPMനെ അട്ടിമറിക്കാനുള്ള പ്രോജക്റ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം പറയാൻ ഒരു മാധ്യമ മുതലാളിയെങ്കിലും തയ്യാറായെങ്കിൽ അയാൾക്ക് കേരളത്തിലെ സംഘപരിവാറിൻ്റെ കൂലി എഴുത്തുകാരായിട്ട് നടക്കുന്ന മാധ്യമപ്രവർത്തകരെക്കാളും കാഴ്ചപ്പാടും ചിന്താഗതിയും ഉണ്ടെന്ന് നിസ്സംശയം പറയാം.